ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോഴി ഫാം തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പം വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. റിയാക്ഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സംഗതി എന്താണെന്ന് വെച്ചാൽ, എന്നോട് പലരും ചോദിക്കുന്നുണ്ട് മുട്ടക്കോഴികളെ കൊടുക്കാനുണ്ടോ, എന്ത് കച്ചവടമാണ് തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ട് പല എന്താ പറയുക എൻക്വയറീസും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മുട്ടയ്ക്കും അതുപോലെ തന്നെ ഇറച്ചിക്കും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ടും ഇറച്ചിക്ക് വേണ്ടിയിട്ടും പെടയും പൂവനും നമ്മൾ സെപ്പറേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ തന്നെ ഫാമുകളുണ്ട്. നമുക്ക് അവിടെ നിന്നാണെങ്കിൽ കോഴികളെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് തരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഫാമുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം വേറെ എന്താണെന്ന് വെച്ചാൽ, മുട്ടയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയ്ക്ക് വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് ഇങ്ങനെ തുറന്ന് വിട്ട് കൂടുകളിലൊന്നും അടച്ചിടാതെ തുറന്ന് വിട്ട് നമ്മുടെ കയ്യിലുള്ള തീറ്റകളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റുന്ന 2-3 ഇനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫയോമി, ഒന്ന് നമ്മുടെ കൈരളി, പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമശ്രീ. അപ്പോൾ ഈ 3 ഇനങ്ങളെയും നമുക്കാണെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ അഴിച്ചു വിട്ട് വളർത്തി നമുക്ക് മുട്ട അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇവറ്റകളുടെ പൂവനാണെങ്കിൽ പോലും തുറന്നു വിട്ടാലും ഏകദേശം ഒരു 3-4 മാസം കൊണ്ടൊക്കെ 2-2.5-3 കിലോകളൊക്കെ എത്തുന്നതാണ് ഇവരുടെ പൂവൻ കോഴികൾ. അപ്പോൾ നമുക്ക് ഇറച്ചിക്ക് വേണ്ടിയും അങ്ങനെ വേണേൽ വളർത്താൻ പറ്റുന്നതാണ്. മുട്ടയ്ക്ക് വേണ്ടിയും അല്ലാതെ നമുക്ക് തുറന്നു വിട്ട് തന്നെ വളർത്താൻ പറ്റും. പിന്നെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവറ്റകളാണെങ്കിൽ അല്ലാതെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൂട്ടിനകത്തിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തീറ്റയും കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ ഒരു 2 മാസം 2.5 മാസം കൊണ്ട് നമുക്ക് 2 കിലോ 2.5 കിലോ ഒക്കെ ഇവറ്റകൾക്ക് വെയിറ്റ് കയറാറുണ്ട്. പിന്നെ മുട്ടയ്ക്ക് വേണ്ടി ഏറ്റവും പറ്റിയ ഇനം എന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് നമ്മുടെ കൈരളിയും ഗ്രാമശ്രീയും തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വളർത്തി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള 2 ഇനങ്ങൾ ഇവ രണ്ടുമാണ്. ഞാൻ നേരത്തെ വളർത്തിയിരുന്ന സമയത്ത് ഞാൻ ആദ്യമേ കൈരളിയായിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ആ സമയത്ത് എനിക്ക് 100 കോഴികളുണ്ടായിരുന്നു. 100 കോഴി ഉണ്ടായിരുന്ന സമയത്ത് 100 പെട തന്നെയായിരുന്നു. പിന്നെ പൂവിനെ നമ്മൾ അങ്ങനെ വളർത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ മുട്ടയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് പൂവിനെ അങ്ങനെ ഞങ്ങൾ വളർത്താതെ പെടയെ മാത്രമാണ് വളർത്തിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഡെയിലി ഒരു 90 മുട്ട, 85-90 മുട്ട ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ചിലപ്പോൾ 90-ന് മേളിലും പോകും, 92-93 മുട്ടയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൈരളി ഗ്രാമശ്രീ എന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ മുട്ടയിടുന്ന കോഴികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്ങാനും ചിലപ്പം ഒരു ദിവസമൊക്കെ മുട്ടയൊന്ന് കുറയില്ല, 2 ദിവസമൊക്കെ മുട്ട കുറയും, അത്രയും വന്നിട്ടുള്ളൂ. അതായത് മാക്സിമം ഞങ്ങൾക്ക് 90-നടുത്ത് തന്നെ മുട്ടകളെല്ലാം എല്ലാ ദിവസവും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കല്ലേ കൈരളിയുടെ ഇതൊക്കെയെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഗ്രാമശ്രീ ഞാൻ വളർത്തിയിരുന്ന സമയത്തും ഗ്രാമശ്രീയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. മുട്ടയുടെ കാര്യത്തിൽ ഈ 2 ഇനവും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ല മുട്ടയ്ക്ക് വേണ്ടി വളർത്താൻ പറ്റിയ ഇനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇറച്ചിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കൈരളീനെ വളർത്തരുത്. കാരണം കൈരളി ഒരിക്കലും അങ്ങനെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് അധികം കയറത്തില്ല. അഥവാ പൂവൻ കോഴികൾ വെയിറ്റ് കയറിയാലും മാക്സിമം പോയി 2 കിലോയ്ക്കകത്തേ വെയിറ്റ് കയറത്തുള്ളൂ കൈരളിയുടേത്. ഞാൻ വളർത്തി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വേറെ ആരുടെ ഇതനുസരിച്ച് പറയില്ല. പിന്നെ ഇതിനെയൊക്കെ വളർത്തുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ക്ഷമ വേണം, രണ്ടാമത് ഇതിനോട് ഇഷ്ടം തോന്നണം. എനിക്ക് ഓൾറെഡി മൃഗങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യവും ഇഷ്ടക്കൂടുതലും ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അക്വേറിയം ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. നമുക്കിപ്പോഴും ഇവിടെ ആണെങ്കിൽ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, മുയലുണ്ടായിരുന്നു. മുയലിനെ ആണെങ്കിൽ മൊത്തം കൊടുത്തു തീർത്തതാണ്. കാരണം നോക്കാനൊന്നും പിന്നെ പറ്റാതായി പോയ സമയത്ത് നമുക്ക് ഇടയ്ക്ക് വെച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ മൊത്തം കൊടുത്തു തീർത്തതാണ്. അപ്പോൾ എനിക്കിങ്ങനെ കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം ഇവറ്റകളുടെ സ്മെല്ലാണെങ്കിലും ഇവരുടെ കൂട് വൃത്തിയാക്കുന്നതും ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതൊന്നും എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, സന്തോഷത്തോടെ ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് ഒരിക്കലും അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങാതിരിക്കുന്നത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു ഇഷ്ടത്തിന് നമ്മൾ തുടങ്ങി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പകുതിക്ക് വെച്ച് നമ്മൾ നിർത്താറുണ്ട്. അപ്പം പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നഷ്ടം വന്നു, ശരിയായില്ല, ഞാൻ തുടങ്ങിയിട്ട് ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പണ്ട് നടത്തിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ നിർത്തിയിട്ട് വീണ്ടും ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണം വെച്ചാൽ എനിക്കിതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ചെയ്യാം. ഇതിൽ നിന്ന് എത്രത്തോളം ലാഭം നമുക്ക് കിട്ടും, ലാഭം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഞാനിവിടെ മുട്ടയ്ക്ക് വേണ്ടിയും നിർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിക്ക് വേണ്ടിയും നിർത്തിയിട്ടുണ്ട്. ഇറച്ചിക്ക് നമ്മൾ 2-2.5 മാസം ആകുമ്പോൾ കൊടുക്കും, മുട്ട നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് 2-നും വേണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് മുട്ടയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ 3 ഇനമാണ് നല്ലത്: ഫയോമി, കൈരളി, ഗ്രാമശ്രീ.
പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട രണ്ടിനം കൈരളിയും ഗ്രാമശ്രീയും തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് മുട്ട കിട്ടും. പിന്നെ ഇറച്ചിക്ക് വേണ്ടി നമുക്ക് വളർത്താൻ പറ്റുന്ന 2-3 ഇനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാസോ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രാമശ്രീയും നമുക്ക് അങ്ങനെ തന്നെ വളർത്താൻ പറ്റും. പിന്നെ റെയിൻബോയും നമുക്ക് അങ്ങനെ തന്നെ വളർത്താൻ പറ്റുന്നതാണ്. ഇറച്ചിക്ക് വേണ്ടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കോഴികൾ തന്നെയാണ് ഈ റെയിൻബോ, ഗ്രാമശ്രീ, അതുപോലെ തന്നെ ഈ സാസോ എന്ന് പറയുന്നത്. സാസോ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആണെങ്കിൽ ബ്രോയിലർ കോഴി ഉണ്ടല്ലോ, ബ്രോയിലർ കോഴിയുടെ വേറൊരു ഇനമാണ്. നാടൻ്റെ കളറിൽ വരുന്ന, അതായത് നാടൻ കോഴിയെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കളറുകൾ വരുന്ന ഒരു ഇനം തന്നെയാണ് ഈ സാസോ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ബ്രോയിലർ കോഴികളെ പോലെ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കും. അതായത് സെയിം നാടൻ കോഴി ആണെങ്കിൽ പോലും ബ്രോയിലർ കോഴി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പെട്ടെന്ന് വെയിറ്റ് കയറും. 45 ദിവസം, 50 ദിവസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ 2 കിലോ 2.5 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് കയറുന്നതാണ് ഈ സാസോ എന്ന് പറയുന്നത്. 2 മാസം കൊണ്ട് തന്നെ 2-2.5 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് കയറും. അതുപോലെയുള്ള കോഴികളാണ് സാസോ എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മൾ കഴിച്ചുവിട്ടും വളർത്താൻ പറ്റും, മുട്ടയ്ക്ക് വേണ്ടിയൊക്കെ വളർത്താൻ പറ്റുന്നത് തന്നെയാണ് സാസോ. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ അങ്ങനെ വെയിറ്റ് ആ സമയത്ത് വെയിറ്റ് കയറില്ല. നമ്മൾ വെയിറ്റിന് വേണ്ടി വളർത്തുകയാണെന്ന്, ഇറച്ചിക്ക് വേണ്ടി വളർത്തുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ കെയർ ചെയ്തിരിക്കാം. അതുപോലെ തന്നെയാണ് ഈ ഗ്രാമശ്രീയും റെയിൻബോയും. നമ്മൾ ഇറച്ചിക്ക് വേണ്ടി ഇറച്ചി പർപ്പസിനാണ് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതേ രീതിയിലുള്ള കെയർ കൊടുത്താൽ മാത്രമേ. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പറമ്പിൽ അഴിച്ചു വിട്ടാണ് വളർത്താറുള്ളത്, വെയിറ്റ് കയറും, അപ്പം നമ്മളെ കൊണ്ട് കൊടുക്കും, 3-4 മാസം കൊണ്ട് ഞങ്ങൾ കൊണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 1 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കും. അതിനുശേഷം ഞങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വേസ്റ്റുകളും കൊടുക്കാറുണ്ട്. പച്ചക്കറി വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഇലകൾ, പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ചോറ്, അങ്ങനെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളും, നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ പിന്നെ കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ ഞാനാണെങ്കിൽ കോഴിത്തീറ്റയും മേടിച്ച് കൊടുക്കാറുണ്ട്. അതെല്ലാം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ 2 മാസം 2.5 മാസം കൊണ്ട് ഈ ഗ്രാമശ്രീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 കിലോയ്ക്ക് മേളിലൊക്കെ പോകാറുണ്ട്. മാക്സിമം എല്ലാ കോഴികളും 2 കിലോയ്ക്കകത്ത് 2 കിലോ എന്തായാലും എത്താറുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല. ഞാൻ 2 മാസം കൊണ്ട് എൻ്റെ കോഴികളെല്ലാം കൊടുത്തു തീർക്കാറുണ്ട്. ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന കോഴികളെല്ലാം ഞാൻ ആ 2 മാസം കൊണ്ട് കൊടുത്തു തീർക്കാറുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ അധികം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ, ഒരുപാട് വെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ ചില കോഴികളൊക്കെ 3 കിലോ ഒക്കെ കയറി, ഞാൻ വെയിറ്റ് കൂടുമല്ലോ, കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് കോഴികളെ നല്ല രീതിയിൽ നോക്കി 3 കിലോയും 3.5 കിലോ ഒക്കെ കയറിയ കോഴികൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് കടക്കാർക്ക് മടിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ചില കടക്കാർ എടുക്കത്തില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു ചിക്കൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ചിക്കൻ കൂടി മേടിക്കും. നമ്മൾ 2 കിലോ 2.5 കിലോയുടെ ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത്. അതിൽ കൂടുതൽ നമ്മൾ മേടിക്കാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അത്രയധികം ആൾക്കാരൊക്കെ വരണം, നമ്മൾ അങ്ങനെ മേടിക്കണമെന്നുണ്ട്. സാധാരണ ഒരു നോർമൽ എല്ലാ വീട്ടുകളിലും വാങ്ങിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ 2 കിലോ 2.5 കിലോ ചിക്കൻ ആയിരിക്കും മേടിക്കുന്നത്. അതിൽ കൂടുതൽ ഒരു വീട്ടിൽ നോർമലായിട്ട് അങ്ങനെ മേടിക്കാറില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റുള്ള സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ ചിക്കൻ മേടിക്കുന്നത്. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. തെറ്റാണോ എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ നാടൻ കോഴി 3 കിലോ ഒക്കെ കയറുന്ന കോഴിയെ നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇറച്ചിക്കടക്കാർക്ക് അതിൽ നഷ്ടമാണ്. കാരണം അവിടുന്ന് അവർക്ക് കച്ചവടം ആയാലേ അവർ നമുക്കിടയിൽ നിന്ന് വീണ്ടും സാധനം മേടിക്കും. അപ്പോൾ ഈ 3 കിലോ ആവുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ തന്നെയാണ് മേടിക്കാനും ചെല്ലുന്നത്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ ആ കോഴി അവിടെ കിടന്നു പോകും. അവർക്ക് നഷ്ടമാണ്, കടക്കാർക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം 2 കിലോ 2.5 കിലോ ആകുമ്പോൾ തന്നെ കോഴികളെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്കും ലാഭമാണ്, അവർക്കും ലാഭമാണ്. നമുക്കും നഷ്ടമില്ല, അവർക്കും നഷ്ടമില്ല. ആ രീതി ഇപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ കച്ചവടം മുന്നോട്ട് തുറന്ന് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ 3 കിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം ഡൗൺ ആവും, പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മുട്ടയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ കോഴിക്ക് നല്ല രീതിയിൽ കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഡെയിലി മുട്ട കിട്ടത്തുള്ളൂ. ആ ഡെയിലി മുട്ട കിട്ടുന്നത് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കോഴിയെ മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ കോഴിക്ക് കൊടുക്കുന്ന തീറ്റയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഇവരുടെ മെഡിസിൻസും കാര്യങ്ങളും ഇവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഒരു കോഴിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രത്യേകം മാറ്റിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കോഴികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം കോഴികൾക്കും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്താലും കോഴികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. തീറ്റയാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ കാണിക്കണം. ഞാനിവിടെ ഡെയിലി 2 നേരം വെള്ളം മാറ്റി കൊടുക്കും. രാവിലെ വയ്ക്കുന്ന വെള്ളം വൈകിട്ടാകുമ്പോഴത്തെ എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ശകലം മഞ്ഞപ്പൊടി ഇട്ട് ഡെയിലി വെക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വിമറാൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മെഡിസിൻസും ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ മിക്സ് ചെയ്താണ് വെള്ളത്തിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ മുട്ടക്കോഴികൾക്ക്, ഇത് പെടക്കോഴികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നേരം മാത്രം നമ്മളാണെങ്കിൽ മുട്ടക്കോഴി തീറ്റ തന്നെ മേടിച്ച് കൊടുക്കും. അതാകുമ്പോൾ കുറച്ച് പ്രോട്ടീനും ഹൈ റിച്ച് ആയിട്ടുള്ള ഫൈബറും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ. നല്ല രീതിയിൽ കോഴികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നേരം ആ തീറ്റ കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ ഗോതമ്പൊലി വാങ്ങിച്ചു കൊടുക്കും, പരുത്തി പിണ്ണാക്ക് മേടിച്ചു കൊടുക്കും, അതുപോലെ തന്നെ തവിട് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ, പറമ്പിൽ കിട്ടുന്ന പുല്ല്, വാഴയുടെ ഇല, വാഴപ്പിണ്ടി, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിത്തീറ്റയുടെ ചിലവും കുറവാണ്, നമുക്ക് കൂടുതലായിട്ട് ലാഭം എടുക്കാനും പറ്റും.
ഇറച്ചിക്ക് നമ്മൾ വളർത്തുന്നതിനകത്തും കൂടുതലും ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റ നമ്മൾ മേടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയുള്ള തീറ്റകളും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ പരസ്പരം കൊത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തൂവൽ പൊഴിക്കുക, തൂവൽ കൊത്തുന്ന അങ്ങനെയുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാറില്ല. കോഴികളെല്ലാം നല്ല സുന്ദരികളായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് കൊടുക്കുന്ന സമയത്തും മേടിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ വൃത്തിയും കാര്യങ്ങളും കാണുമ്പോഴത്തേ വാങ്ങിക്കാനുള്ളൊരു സന്തോഷം അവർക്കും തോന്നാറുണ്ട്. പിന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ആഴ്ച ഇവിടെയാണ് അറക്കപ്പൊടി മാറ്റും. ഇപ്പോൾ ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ ആ ആഴ്ച കഴിയുമ്പോഴത്തെ അറക്കപ്പൊടി മാറ്റി അടുത്ത പുതിയ അറക്കപ്പൊടി ഞാൻ കയറ്റി. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് ഒരുപാടാണെങ്കിൽ കയറിയിട്ട് ഇങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ എടുക്കാറില്ല. കോഴികൾക്ക് അത് ബുദ്ധിമുട്ടാവാറില്ല. നമ്മൾ കൂടിനകത്തായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചിലർ പറയാറുണ്ട് വലിയ ഷെഡ് അടിച്ചിട്ട് അതിൽ ഒരു മാസം കൂടുമ്പോഴാണ് അവർ മാറ്റുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ മാറ്റുന്നത് അവരുടെ ഒരു രീതി. പക്ഷേ ഞാനിവിടെ ആഴ്ചയിൽ മാറ്റി കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തട്ടടിച്ചാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ അതിനകത്ത് അഴുക്ക് കൂടുന്നതനുസരിച്ച്, കോഴിക്കാഷ്ടം കൂടുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ സ്മെല്ലുകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്മെല്ല് വന്നാൽ നമ്മൾ പിന്നെയും സഹിക്കും. പക്ഷേ നമ്മുടെ അയലത്തുകാർക്ക് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ കച്ചവടം പൂട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മുടെ ഓരോ കസ്റ്റമറും നമുക്ക് വലുതാണ്, നമ്മളത് കാണണം, അത് നമ്മൾ മെയിനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കാണ് ഈ കച്ചവടമൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ടും വൃത്തി വേണം, ശ്രദ്ധ വേണം, അതിനോടൊരു ഇഷ്ടവും താല്പര്യവും തോന്നണം. വെറുതെ നമ്മൾ ലാഭം മാത്രം നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ലാഭം നോക്കിയാൽ ലാഭം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ ആണെങ്കിൽ മനസ്സ് തകരും, താല്പര്യക്കുറവ് തോന്നും, പിന്നെ ഇത് നഷ്ടമാണ് എന്ന് വിചാരിച്ച് മാറ്റാറുമുണ്ട്. മിക്കവരും അങ്ങനെ മാറ്റി എനിക്ക് പരിചയമുണ്ട്. ഞാനിതിപ്പോൾ രണ്ടാമത് തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇത് തുടങ്ങിയത്, ഭയങ്കര നഷ്ടമില്ല, നീ എന്തിനാ വീണ്ടും തുടങ്ങിയത്, ഞാനൊക്കെ തുടങ്ങിയിട്ട് നിർത്തിയതാണ് എന്നൊക്കെ കുറേ സംസാരങ്ങൾ എനിക്ക് വന്നു. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യക്കുറവ്, ഒരു ലാഭം മാത്രം നോക്കി ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ ലാഭം മാത്രം നോക്കി ചെയ്യാതെ നമുക്കിത് ചെയ്യുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, നമുക്കിത് ചെയ്യുന്ന ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു സൈഡ് ബിസിനസ്സാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും. എനിക്ക് അങ്ങനെ വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ കൂടുതലായിട്ട് കോഴികളെ ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ കൂടുതലായിട്ട് അടിക്കുന്നുണ്ട്. എൻ്റെ പരിസരത്ത് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് നല്ല രീതിയിൽ ലാഭവും കാര്യങ്ങളും ശ്രദ്ധയും കെയറും എല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും അതിരാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ കൂട്ടിൽ തീറ്റയും വെള്ളം എല്ലാം ആദ്യം ഞാൻ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് പോലും തേക്കില്ല. ഞാൻ ആദ്യം ചെയ്യുന്ന ഏർപ്പാട് അതാണ്, വെള്ളവും തീറ്റയും മാറ്റി വയ്ക്കുക എന്നുള്ളതും. പിന്നെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ നിന്ന് ശ്രദ്ധിക്കും, കോഴികളെ മൊത്തത്തിൽ ശ്രദ്ധിക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഉണ്ടെങ്കിൽ ഞാൻ അവരെ പിടിച്ച് മാറ്റിയിട്ട് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്താലും കോഴിയുടെ കാര്യമാണെന്ന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനോട് ഇഷ്ടം കൊണ്ട് മാത്രമേ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. ലാഭം പ്രതീക്ഷിച്ച് ചെയ്യരുത്. ലാഭം പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല ഇനം എന്ന് പറയുന്നത് ഫയോമി, കൈരളി, ഗ്രാമശ്രീ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കൈരളിയും ഗ്രാമശ്രീ ആയിരിക്കും. ഇറച്ചിക്ക് വേണ്ടി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ റെയിൻബോ ഉണ്ട്, നമ്മുടെ ഗ്രാമശ്രീ ഉണ്ട്, അതുപോലെ തന്നെ സാസോ ഉണ്ട്. ഇറച്ചിക്ക് വേണ്ടി ഈ 3 ഇനത്തിൽ ഏതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിൽ ഈ റെയിൻബോയും ഗ്രാമശ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ വീട്ടിലെ തീറ്റകൾ കൊടുത്ത് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അത് സാസോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കാണെങ്കിൽ വീട്ടിലെ തീറ്റകൾ കൊടുക്കാം. പക്ഷേ അതിന് കുറച്ച് ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റകളും കൂടി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.